ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാലിഗയിൽ നടന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് വലൻസിയ മത്സരം 3-0 എന്ന ഗോൾ സ്കോറിന് അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഹൂലിയാൻ ആൽവരസ്, ജോക്കിൻ കൊറയ എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ വിജയത്തോടുകൂടി ലാലിഗ പോയിന്റ് ടേബിളിൽ 51 പോയിന്റുമായിട്ട് സാക്ഷാൽ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറിയിരിക്കുകയാണ്. എത്ര നാൾ ഒന്നാം സ്ഥാനത്ത് തുടരാൻ സാധിക്കും എന്ന് കാത്തിരുന്ന് കാണാം. റയൽ മാഡ്രിഡ്, FC ബാഴ്സലോണ എന്നീ രണ്ട് ടീമുകളും നെക്സ്റ്റ് വരാൻ പോകുന്ന രണ്ട് മാച്ചിൽ തോറ്റാൽ മാത്രമാണ് ഒന്നാം സ്ഥാനത്ത് തുടർ ഭരണം നടത്താൻ സാധിക്കുകയുള്ളൂ. അത്ലറ്റിക്കോനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഈസി ആയിട്ടുള്ളൊരു വിന്നായിരുന്നു ഈ ഒരു മത്സരം. വലിയ രീതിയിലുള്ളൊരു എഫേർട്ടൊന്നും ഇടേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല. വലൻസിയനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഡിഫെൻഡ് ചെയ്ത് ഒരു സമനില പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരുന്നു. പക്ഷേ 4-3-3 എന്ന ഒരു ഫോർമേഷൻ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ആ ലൈനപ്പ് പുറത്ത് വിട്ട ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 5-4-1 എന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറി. ഈ ഒരു സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ പോലും മാക്സിമം ഡിഫെൻഡ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു ഗെയിം പ്ലേയിലേക്ക് മാറി. 4-4-2 എന്ന ഒരു ഫോർമേഷനാണ് സിമിയോണി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ട്രൈക്കറായിട്ട് ആൽവരസ്, അതുപോലെ ഗ്രീസ്മാൻ, ഈ രണ്ട് താരങ്ങളായിരുന്നു. അത്യാവശ്യം ഗ്രീസ്മാൻ ആയാലും നല്ലൊരു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷേ ലോറൻ്റെ നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഈ ലോറൻറ്റേനെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് ആരും വലിയ രീതിയിലുള്ള ഹൈപ്പ് കൊടുത്ത് സംസാരിക്കാത്തൊരു പ്ലെയറാണ്. ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു സെൻറ്റർ ബാക്ക് പൊസിഷൻ ഒഴികെ ബാക്കി എല്ലാ പൊസിഷനിലും സെയിം ഫോമിൽ കളിക്കാൻ പറ്റിയ ഏക താരമാണ് മാർക്കോസ് ലോറൻ്റെ. സെൻറ്റർ ബാക്കും അതുപോലെ സെൻറ്റർ ഫോർവേഡ് ഒഴികെ സെൻട്രൽ സ്ട്രൈക്കറായിട്ട് പ്ലേ ചെയ്യും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് പ്ലേ ചെയ്യും, റൈറ്റ് വിങ്ങിലായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഡിഫെൻസീവിലും പ്ലേ ചെയ്യും, സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും പ്ലേ ചെയ്യും. ഏത് പൊസിഷനിൽ കളിക്കുന്ന സമയത്തും ആ ഒരു സെയിം ഫോമിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കളിക്കാൻ പറ്റിയ വെൽ ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് മാർക്കോസ് ലോറൻ്റെ. വൈസ് എത്ര നാൾ ഒന്നാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് തുടരും എന്ന് കാത്തിരുന്ന് കാണാം. അത്ലറ്റിക്കോനെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗിൽ ഇനി നേരിടാനുള്ളത് റയൽ മാഡ്രിഡിനെയാണ്. ഒരിക്കലും അത്ലറ്റിക്കോ മാഡ്രിഡിനെ എഴുതി തള്ളാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു സീസണിൽ അങ്ങനെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് മുന്നേറിയിരിക്കുകയാണ്. അതുപോലെ പ്ലേ ഓഫ് ഒന്നും കളിക്കാതെയാണ് ഡയറക്റ്റ്ലി ക്വാളിഫൈഡ് ആയ ടീമാണ്. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ മത്സരം തന്നെയായിരിക്കും റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഒരു റെഡ് കാർഡൊക്കെ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്നും ഒരു എന്താ പറയുക, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിൻ്റെ ഒരു പീക്ക് ലെവൽ ആ ഒരു ചാമ്പ്യൻസ് ലീഗിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.